പൊന്നാനി മാതൃശിശു ആശുപത്രിയിലെ പുതിയ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി നിലവിൽ വന്നു. പ്രഥമ യോഗം നഗരസഭാ ചെയർപേഴ്സൺ CB സുധയുടെ അധ്യക്ഷതയിൽ ചേർന്നു. വികസന പ്രവർത്തനങ്ങൾക്ക് വേഗത വർദ്ധിപ്പിക്കുവാൻ ടെൻഡർ നടപടികൾ അംഗീകരിക്കൽ, നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ് അസസ്മെന്റിന്റെ അവലോകനം, ആശുപത്രി സേവനം സുഗമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ എന്നിവ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷനിൽകുമാർ, റീന പ്രകാശൻ, കൗൺസിലർമാരായ ശാന്ത A, TK അഷഫ്, പൊതുപ്രവർത്തകരായ MA ഹമീദ്, ബിന്ദു സിദ്ധാർത്ഥൻ, MA അയ്യൂബ്, PV ലത്തീഫ്, അബ്ദുൽ ലത്തീഫ് എന്നിവർ സംസാരിച്ചു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്രീജ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹോസ്പിറ്റൽ സൂപ്രണ്ട് ഡോക്ടർ മിനി സ്വാഗതം പറഞ്ഞു. സാധാരണക്കാരും പാവപ്പെട്ടവരും സമീപിക്കുന്ന ഈ ആശുപത്രിയുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി നല്ല സേവനം കൊടുക്കാനും സർവീസ് കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിനാവശ്യമായിട്ടുള്ള പ്ലാൻ തയ്യാറാക്കണം. കമ്മിറ്റി നമ്മൾ കൂടി കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പോയാൽ മാത്രം പോരാ. അതിനാവശ്യമായിട്ടുള്ള ഇപ്പോൾ രക്തബാങ്കിൻ്റെ ബ്ലഡ് ബാങ്കിൻ്റെ പ്രശ്നം, അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗുണം ചെയ്യുന്നതാണ്. അതിങ്ങനെ ഫ്രീസ് ചെയ്ത് പോകുന്നത്, അത് അടിയന്തരമായി അത് പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കണം. പിന്നെ ഈ HMCയുടെ കാര്യം എന്ന് പറയുമ്പോൾ സാധാരണ പറയലുള്ളതാണ്, വരുമാനം കുറവും ചെലവ് കൂടും, ശരിയല്ലേ? അപ്പോൾ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായുള്ള എന്ത് കർമ്മ പദ്ധതിയാണ് നമുക്കുള്ളത് എന്നും കൂടി ആലോചിച്ചുകൊണ്ട് ആളുകൾ പിഴിയാനല്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതെന്ന് വെച്ചാൽ ചെറിയ ഫീസ് ചെറിയ നിരക്ക് കൂട്ടി. ഇതിവിടെ ഒരു എല്ലാത്തിനും സൗകര്യപ്രദമായ നിലയിൽ ഒരു സൗകര്യം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പ്രത്യേകിച്ച് പേവാർഡിൻ്റെ ആവശ്യമുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇപ്പോൾ 1, 2, 3 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്താണ് ഒരു വാടകയ്ക്ക് റൂം എടുത്ത് താമസിക്കുന്നത്. വലിയ വിലയാണ്, 6000, 5000 രൂപക്കാണ് 4 ദിവസം 3 ദിവസം വാങ്ങുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇത്ര സ്ഥലസൗകര്യമുള്ള സ്ഥലത്ത് അതിന് ഫണ്ട് പാസ്സാക്കാനും MLA ഫണ്ട് കിട്ടും. അതാവശ്യമായിട്ടുള്ള ഈ തീരദേശ വികസന അതോറിറ്റി മത്സ്യമേഖലയിലൊക്കെ നടത്തുന്ന ഫണ്ടുകളുണ്ട്. അത്ര ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പേവാർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് വലിയ ഉപകാരപ്രദമാകും. എല്ലാ ഫെസിലിറ്റീസും ഉണ്ടായിട്ട് പേവാർഡ് ഇല്ലാത്തതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് മറ്റു സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകുന്ന സാഹചര്യം ഈ ആശുപത്രി തുടങ്ങിയത് മുതലുണ്ട്. അപ്പോൾ അതിന് അടിയന്തര പരിഹാരം കാണുന്നത് 10 or 20 റൂമും പേവാർഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റും. അതിന് സാഹചര്യം ഉണ്ടാക്കണം. അത് അടിയന്തരമായിട്ട് സംവിധാനം ചെയ്യുന്നത് മുനിസിപ്പാലിറ്റി അടിയന്തരം ചെയ്യുന്നതാണ്. പിന്നെ ഒരു ബിൽഡിംഗ് പൊളിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അത് നമ്മൾ ആശുപത്രിക്ക് മോശമാവാത്ത രീതിയിൽ എപ്പോഴും പെട്ടെന്ന് അത് ചെയ്യണമെന്ന്. പിന്നെ നമ്മളിപ്പോൾ ഈ ആശുപത്രിക്കുള്ള കുറേ കാര്യങ്ങൾ ഞാനിവിടെ സർക്കാരെ കൊടുത്തിട്ട് ഒരു 3-4-5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഇവിടെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇവിടെ മുനിസിപ്പാലിറ്റിയും MLA അല്ലാത്തത് വല്ലതും വേണമെങ്കിൽ എമർജൻസി വഴി നമുക്ക് സഹായിക്കാൻ പറ്റും.